അല്ലെങ്കിൽ ഏതൊക്കെ സഭാപിതാക്കന്മാരുടെ അനുവാദത്തോടെയാണ് ബി.ജെ.പിയിലേക്ക് പോയത്? ഞാൻ പറഞ്ഞല്ലോ, എന്റെ പിതാക്കന്മാർ നേരിട്ട് ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരല്ല. കൃത്യമായിട്ട് അവർക്ക് താല്പര്യമുണ്ടാവും. ഞാൻ റോമൻ കത്തോലിക്കനായ ഒരു വ്യക്തിയാണ്. പാലാ രൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സീറോ മലബാർ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. ആഗോള ക്രൈസ്തവ സഭയിൽപ്പെടുന്ന വ്യക്തിയാണ്. എനിക്ക് അനുവാദം മേടിക്കേണ്ടവർക്കെല്ലാം ഞാൻ അനുവാദം മേടിച്ചു. ഞാൻ പറയട്ടെ ഞാനത് ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നതും എന്റെ പിതാക്കന്മാരെ ഞാൻ അപമാനിക്കുന്നതും തുല്യം ഞാൻ ചെയ്യില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ചയെ, പ്രത്യേകിച്ചും ക്രൈസ്തവ സമുദായത്തിനിടയിൽ ബി.ജെ.പിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ഒരു തരംഗത്തെ തടയിടാൻ തീർച്ചയായും ഈ വർഗീയത നിങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ. നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെ നിങ്ങളെ അസൈൻ ചെയ്തിട്ടുള്ള ഉത്തരവാദിത്തമാണത്. അത് നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ. മറുപടി ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. മറുപടി ഞാൻ ചോദിക്കില്ല. എല്ലാത്തിനും മറുപടി ഉണ്ട്. അപ്പൊ പി.സി. ജോർജ് ഇതേ കസേരയിൽ പി.സി. ജോർജ് ഇരിക്കുന്നുണ്ട്. ഇതേ കസേരയിൽ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. 1980 അസീസ് മൗലവി അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച ആദ്യ പോരാട്ടത്തിന് വിട്ട കഥ പി.സി. പറയുന്നുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് എപ്പോഴും ജയം മാത്രമായിരുന്നു അവിടെ പി.സിക്ക് കൂട്ട്. എന്ന് പറഞ്ഞാൽ പാലയ്ക്ക് മാണിക്ക് പാല പോലെയും ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി പോലെയും തട്ടകമാണ്. പി.സിയുടെ തട്ടകമായി പൂഞ്ഞാറ് നിന്നതാണ്. ഈരാറ്റുപേട്ട കട്ടയ്ക്ക് കൂടെ ഉണ്ടേ. അതിനുശേഷം ഒരു ഫോൺ കോളിൻ്റെ പേരിൽ പിണങ്ങുന്നു. അവരുമായി ജസ്റ്റ് ഒരു ഫോൺ കോൾ റെക്കോർഡിൻ്റെ പേരിൽ പിണക്കം തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ തർക്കം തുടങ്ങി. പിന്നീട് ഓരോന്നോരോന്ന് പറഞ്ഞ് പിന്നീട് കൊടിയ വർഗീയതയും കൊടിയ വിദ്വേഷവും പറഞ്ഞു പോകുമ്പോൾ ഒരിക്കലെങ്കിലും മകൻ എന്ന ഉത്തരവാദിത്തത്തിൽ പി.സിയോട് ഷോൺ ബോയ് പറഞ്ഞു, പപ്പ ഈ പോക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞോ? പേട്ടാകുന്നു, തട്ടകം കൈവിട്ടു പി.സിക്ക് അല്ലേ? ഞാൻ എനിക്ക് അതിനകത്ത് കൃത്യമായ ഒരു കാര്യം, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടും. വർഗീയത വിഷയമായി വരുമ്പോൾ എനിക്ക് വിഷയം പറയാനുള്ളത്, ഇരാറ്റുപേട്ടയിലുള്ള മുസ്ലിം സഹോദരങ്ങളെ എല്ലാവരെയും തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന ഒരു പരിവേഷം കിട്ടി. അതിനകത്ത് ഏറ്റവും നമ്മൾ മുഖ്യമായി കഴിയേണ്ടത് മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയം, പി.സി. ജോർജ് കഴിഞ്ഞ ഇലക്ഷനും എടുത്തു പറഞ്ഞൊരു വിഷയമുണ്ട്. എൻ്റെ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരുത്തൻ്റെ വോട്ട് എനിക്ക് വേണ്ട. അവിടെ എന്തുകൊണ്ടാണ് ഈ ഒറ്റ ഇസ്ലാം മതവിശ്വാസികളുടെ വോട്ട് പി.സി. ജോർജ് കിട്ടാതെ പോയെന്ന് പറയുന്നത് അതൊരു വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇവിടെ മുസ്ലിം തീവ്രവാദത്തിനെതിരെ, നമ്മുടെ മുസ്ലിം തീവ്രവാദത്തെ ഞാനും കാശ്മീർ എതിർക്കുന്ന അല്ലേ? കാശ്മീർ എതിർക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ നാളെ കാശ്മീരും സമുദായ വിരുദ്ധനാണ്. അപ്പം തീവ്രവാദ സംഘടനകൾക്കെതിരെ വർത്തമാനം പറയുമ്പോൾ അത് സമുദായത്തിനെതിരെ മാറ്റാൻ കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ മത തീവ്രവാദ സംഘടനകൾ വളർന്നിരിക്കുന്നു. അതിന് പിണറായി വിജയൻ കൃത്യമായി കൂട്ടുനിന്ന് കൊടുക്കുന്നു. ആ കൂട്ടുനിന്ന് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ മഹാരാജ് കോളേജിൽ മരിച്ചിരുന്നു. അതിനുശേഷം എത്രയോ പ്രകടമായ STPI പിന്തുണയാണ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള. ഷോൺ കേരള ചരിത്രത്തിലാദ്യമായി ഇപ്പോൾ നിരോധിക്കപ്പെട്ടൊരു സംഘടനയുടെ വേദിയിൽ പോയിരുന്ന അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചൊരു നേതാവിനുണ്ട്. പേരറിയാവോ? പി.സി. ജോർജ്. ഞാൻ കൊടി പിടിച്ചിട്ടുണ്ട്. ഞാൻ കൊടി പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? അന്ന് അത് രാഷ്ട്രീയ പാർട്ടി മാത്രമായിരുന്നു. ആര് പറഞ്ഞു? PFIയോ? ഏതാ? PFI അല്ല, STPI. PFIയുടെ വേദിയിൽ പോയാണ് സംസാരിച്ചത്. ഞാൻ പോയിട്ടില്ല. STPIയുടെ കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്നാ ഞങ്ങൾക്ക് 2016 തെരഞ്ഞെടുപ്പിൽ ഓപ്പണായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച് വന്നൊരു പാർട്ടിയാണ്. PFIയുടെ വേദിയിൽ പോയി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച കേരളത്തെ ഏക രാഷ്ട്രീയ നേതാവിന്റെ ഒരു പി.സി. ജോർജ് എന്നാണ്. ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ? എൻ്റെ മുന്നിൽ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന നല്ലവരായ എൻ്റെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈ സമ്മേളനം നടത്തിയേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ നല്ലവരായ സഹോദരങ്ങളെ, പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. കാരണം ഞാൻ ഈരാറ്റുപേട്ടയുടെ കാര്യം പറയാൻ കാരണം അവിടെ വെറും 3.5 ചതുരശ്ര മൈൽ മാത്രമാണ് മുനിസിപ്പാലിറ്റി. അതിനകത്ത് 40,000 പോപ്പുലേഷൻ, 96% ഇസ്ലാം മതവിശ്വാസികളാണ്. ബാക്കിയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം കൂടി. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതവിശ്വാസികളുടെ മതേതര സ്വഭാവത്തെ പറ്റിയോ രാജ്യസ്നേഹത്തെ പറ്റിയോ, സ്വന്തം രാജ്യത്തോട് സ്നേഹമുള്ളവനായിരിക്കണം നീ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്രബോധനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.
അന്ത്യപ്രസംഗത്തിൽ പോലും ഇതിലും സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായി എന്താണ് അദ്ദേഹം പറയേണ്ടത്? സ്വന്തം രാജ്യത്തോട് സ്നേഹമുണ്ടായിരിക്കണമെന്ന് നബി തിരുമേനിയുടെ ആരോടാണ്? എവിടാ പോയി പറയുന്നത്? എവിടെ പറഞ്ഞു? പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ തന്നെ വേദിയിലാ പറഞ്ഞു. പറയുന്നത്? ഏതാണ് 2016 ഈ അങ്ങനെ 6 വർഷം മുൻപ് 6 വർഷം മുൻപ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടന ആ നിരോധിക്കപ്പെട്ട സംഘടനയുടെ മീറ്റിംഗ് നടക്കുന്ന കേരള സംസ്ഥാനത്താണ്. കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയനാണ്. എന്തുകൊണ്ട് ആ മീറ്റിംഗ് നടക്കാൻ അനുവാദം കൊടുത്തു? അപ്പൊ നിരോധിക്കപ്പെട്ടില്ല. ഇപ്പോൾ നിരോധിച്ചതിന് ശേഷം ബിസിയോട് പോയോ? ഇല്ല, നിരോധിച്ചതിന് ശേഷം ബിസിയോട് പോയോ? ആ വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്? സ്വന്തം രാജ്യത്തിനോട് നീയും നിന്റെ സമുദായവും സ്വന്തം രാജ്യത്തോടുള്ള കൂറ് പുലർത്തിയതിന് ശേഷം മാത്രം അദ്ദേഹം പ്രസംഗിച്ചത് എന്താണ്? ഹാഷ്മി കേട്ടോ? വേദിയിൽ പോയി കൈവെട്ട് കേസിൽ അവർക്ക് പിന്തുണ കൊടുത്തു. പി സി അറിയോ? ഞാനൊരു കാര്യം ഞാൻ ഇപ്പോഴും പറയാലോ, ലോകത്താരും ഇപ്പൊ ഷംസീറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാ. ഷംസീറിന് ഖുർആൻ വെച്ച അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഗണപതിയുടെ കാര്യം പറയില്ലേ? ജോസഫ് മാഷിന് ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അന്യമതസ്കൻ എന്ന നിലയിൽ ഞാനാണെങ്കിലും ഖുർആനെ കുറിച്ചോ ഭഗവത്ഗീതയെ കുറിച്ചോ ഞാൻ അഭിപ്രായം പറയരുത്. ഹാഷ്മി ബൈബിളിനെ കുറിച്ച് പറയരുത്. എനിക്ക് നോവും. ഞാൻ ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ ഹാഷ്മിക്ക് നോവും. അതുകൊണ്ട് തന്നെ കൈവെട്ടിനെ ഞാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. ക്രൈസ്തവർ മാത്രമേ ബൈബിളിനെ കുറിച്ച് സംസാരിക്കാവൂ എന്നും പാടുള്ളൂ സാർ. അല്ല, അത് ആൾക്കാർ ചുരുക്കി കാണുകയല്ലേ. നമ്മളൊരു പൊതുസമൂഹത്തിൽ ഒരു എന്താ പറയാ, ഒരു സെക്യുലർ സമൂഹത്തില് എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും സംസാരിച്ചു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഷംസീർ ചെയ്തത് തന്നെയല്ലേ? അപ്പൊ എന്തായിരുന്നു വാദം? ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ അദ്ദേഹം ഒരു ഖുർആനെ സംബന്ധിച്ചോ ഭഗവത്ഗീതയെ സംബന്ധിച്ചോ ബൈബിളിനെ സംബന്ധിച്ചോ ഒരു അന്യമതസ്കരായ ആളുകൾ അഭിപ്രായം, ഇതെല്ലാം നമ്മൾ അംഗീകരിച്ചു, അഭിപ്രായം പറയാൻ പാടില്ല. പക്ഷേ അവിടെ നടത്തിയ അദ്ദേഹത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ, അദ്ദേഹത്തിന് നേരെയല്ല ആർക്ക് നേരെയും വർഗീയതയുടെ പേരിൽ നടത്തുന്ന ആക്രമണത്തെ ഞാൻ പിന്തുണയ്ക്കില്ല. ഷോൺ പറഞ്ഞു വരുന്നത് ജോസഫ് മാഷ് തെറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത്. ജോസഫ് മാഷിന്റെ ഭാഗത്ത് തെറ്റുണ്ടായി, അതുകൊണ്ട് കൈവിടണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഷോൺ ഇവിടെ PFI വേദിയിൽ പോയി അവർക്ക് അവരുടെ കൈവിട്ട് കേസിലടക്കം പിന്തുണ പ്രഖ്യാപിക്കുക. അതിനുശേഷം RSന്റെ വേദിയിൽ വന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക. ധാർമ്മികത എന്നൊരു വാക്കുണ്ട് ഷോൺ രാഷ്ട്രീയത്തിൽ. ഞാനല്ലല്ലോ, നിങ്ങൾ ഇവിടെ ഇരുന്ന് PC ജോർജിനോട് ചോദിച്ചപ്പോൾ ഇതിനെല്ലാം മറുപടി പറഞ്ഞല്ലേ. ഷോൺ ഇവിടെ LDFലേക്ക് PC ജോർജിനും ഷോണിനെ അടുപ്പിക്കില്ല, UDFലേക്ക് PC ജോർജിനും അടുപ്പിക്കില്ല. 2015 ശേഷം ബാക്കിയുള്ളൂ, എല്ലാ തെളിവുണ്ടല്ലോ. ഒരൊറ്റ വഴിയേ ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് മുന്നണിയായിട്ട് നിൽക്കാറുണ്ടല്ലോ. എവിടെ? NDA മുന്നണിയാകാറുണ്ടല്ലോ. അത് നടക്കില്ല. അതുകൊണ്ടായിരിക്കും എന്നെ മുന്നണിയാകത്ത്. നിങ്ങൾ പറയണ്ടേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ തീരുമാനം BJP ലയനം തന്നെയാണെന്ന് എൻ്റെ പാർട്ടി കമ്മിറ്റി 100% ആളുകൾ ഒരുമിച്ച് തീരുമാനമാണ്. ജോസഫ് ഗ്രൂപ്പ്, മാണി ഗ്രൂപ്പ്, പിന്നീട് സ്വന്തമായിട്ട് പാർട്ടി, പിന്നീട് വീണ്ടും മാണി ഗ്രൂപ്പ്, പിന്നീട് LDFുമായിട്ടും UDFുമായിട്ടും ആലോചനകൾ, പിന്നീട് നിയമസഭയിൽ O രാജഗോപാലൻ പ്രത്യേക ബ്ലോക്ക്, പിന്നീട് ഇറങ്ങി വീണ്ടും LDFുമായും UDFുമായും ആലോചന. ഇവിടെ പൂഞ്ഞാറിലെ നിതീഷ് കുമാറുമാരാണ് നിങ്ങളെന്ന് കോൺഗ്രസിന്റെ ആരോപണം ശരിയല്ലേ? ഷോണിന്റെയും PC-യുടെയും ഈരാറ്റുപേട്ട 80 മുതൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ PC-ക്കൊപ്പം നിന്നു ഷോൺ. 2006 തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിൽ 252 ഭൂരിപക്ഷമുള്ള 2006 പിന്തുണയ്ക്കുക മാത്രമല്ല തിരിച്ചു വോട്ട് ചെയ്തിട്ടുണ്ട് ഈരാറ്റുപേട്ട. അതൊക്കെ രാഷ്ട്രീയപരമായി വോട്ട് ചെയ്തിട്ടുണ്ട്. തോൽവിയുടെ കാരണം എന്തായിരുന്നു? പിന്നെ ഏതാ 100% ഏകീകരിച്ചു. അതിന് വർഗീയതയല്ലേ? അപ്പം എന്താണ് 28,000 മുസ്ലിം വോട്ടുകളുള്ള ഒരു PC ജോർജ് തോട്ടത് 13,000 ഇഷ്ടം വോട്ടുകളാണ്. ഒരു പ്രൈവറ്റ് സർവേ STPI PF നിങ്ങൾ പറയുന്ന PFI പ്രൈവറ്റ് PC-യുടെ PFI നിങ്ങൾ പറഞ്ഞ PC പോയി ഈ രാജ്യത്തിനോട് സ്നേഹം വേണമെന്ന് പ്രസംഗിച്ച PFI കൈവിട്ടിന് പിന്തുണ രാജ്യത്തിനോട് സ്നേഹം വേണം. അല്ലല്ല, രാജ്യത്തോട് അങ്ങനെ വാശിക്ക് പറയാ. നിങ്ങളൊരു മാധ്യമപ്രവർത്തകനല്ലേ? നിങ്ങൾ മാധ്യമപ്രവർത്തകനായിട്ട് നിൽക്കണം. നിങ്ങൾ STPക്കാരനെ പോലെ സംസാരിക്കാതെ നിങ്ങൾ വേദിയിൽ പോയി താങ്കളുടെ പിതാവാണ്. താങ്കൾ എന്നെ STPയെ കാണും. കൊതി പിടിച്ച താങ്കളാണ്. താങ്കൾ അത് ഈ സംസാരം ഈ ചർച്ച കേട്ടോണ്ടിരിക്കുന്ന കേരളത്തിലെ 100% ആളുകൾക്കും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നും ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്നും വ്യക്തമാക്കി.